ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓസ്ട്രേലിയൻ സഫാരി. ഇന്ന് നമ്മൾ മൗണ്ട് സ്റ്റുവർട്ട് വരെ പോവാണ്. മൗണ്ട് സ്റ്റുവർട്ട് എന്ന് വെച്ചാൽ ടൗൺസിലെ തന്നെയുള്ള ഒരു സ്ഥലമാണ്. പിന്നെ മൗണ്ട് സ്റ്റുവർട്ടിൽ ഞങ്ങൾ ഒരു ദിവസം ഒരു നൈറ്റ് റൈഡിന് പോയായിരുന്നു. അതും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ മൗണ്ട് സ്റ്റുവർട്ടിലോട്ട് പോവാണ്. മൗണ്ട് സ്റ്റുവർട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ടൗൺസിലയുടെ ഒരു ഭാഗം മൊത്തം നമുക്ക് കാണാം. ഇതാണ് മൗണ്ട് സ്റ്റുവർട്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ അല്ലേ വെച്ചാൽ അരമണിക്കൂർ ദൂരമില്ല ഈ മൗണ്ട് സ്റ്റുവർട്ടിലോട്ട്. ഡ്രൈവ് ചെയ്യാൻ നല്ല ഒരു ഇതാണ്. ഇടുങ്ങിയ റോഡാ, കണ്ടില്ലേ? രണ്ട് സൈഡും നല്ല പച്ചപ്പാണ്. ഇപ്പം നമ്മളെ ടൗൺസിലെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ഫ്രണ്ട്സിനെ എല്ലാം കാണിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത്. ഒരു ഡ്രൈവ്, ഒരു 2 മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഡ്രൈവ്, അത്രയേ ഉള്ളൂ. നമ്മളങ്ങനെ മുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ താഴേന്ന് കണ്ടത് ടവർ. അങ്ങനെ നമ്മൾ മൗണ്ട് സ്റ്റുവർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ്. അതായത് ടൗൺസിലിൻ്റെ ഒരു ഭാഗം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ ഒക്കും. ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ടൗൺസിൽ ഹോസ്പിറ്റൽ നമുക്ക് കാണാം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി. പിന്നെ ഇവിടുന്ന് നല്ല വ്യൂ ആയിട്ട് കടലിൻ്റെ നല്ലൊരു വ്യൂ ആണ്. പിന്നെ എയർപോർട്ട് നമുക്ക് കാണാൻ ഒക്കും. അതായത് അതാണ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റല്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഡഗ്ലസ്. ഞങ്ങളുടെ വീടെല്ലാം ഏകദേശം അവിടെ ആ ഏരിയയിൽ തന്നെ വരുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗൺസിൽ വിസിറ്റ് ചെയ്യാൻ വരുന്ന നമ്മുടെ ഫ്രണ്ട്സിനെ ഇത് കൊണ്ടുപോയി കാണിക്കാൻ നല്ലൊരു സ്ഥലമാണ്. ഒരു ഡ്രൈവ്, ഒരു 2 hour 3 hour ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഓക്കെ, നല്ല നൈറ്റ് വ്യൂ അടിപൊളിയാണ്. നൈറ്റിൽ വന്നു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. നല്ല വെയിലാണ്, എന്നാലും നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നത്. ഒരു പ്രത്യേക സുഖം തന്നെയാണ് ഇവിടെ നിൽക്കാൻ തന്നെ. കടൽ തൊട്ടപ്പുറമല്ലയോ, അതിൻ്റെ നല്ല കാറ്റാണ് അടിക്കുന്നത്. ഒരു ഫ്ലൈറ്റ് പോകുന്നു. ഫ്ലൈറ്റ് പോകുന്നു, താങ്ങാൻ പോവാണ്. മഞ്ഞ് കയറി, എന്നാലും നമുക്ക് കുറച്ച് കാണാം. കണ്ട് അപ്പം ഇവിടെ എയർപോർട്ടെന്ന് നമുക്ക് മനസ്സിലായി. നമ്മളിപ്പോൾ പോകുന്നത് ഈ സൺസെറ്റ് കാണാൻ. അപ്പം അവിടെ നിൽക്കുന്നവർ പറഞ്ഞു നമുക്ക് ഇതിലേ പോയാൽ സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി അങ്ങോട്ട് പോവാം.
നമ്മൾ ഇങ്ങോട്ട് വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ട് നമുക്ക് സൺസെറ്റ് മുഴുവനായിട്ട് കാണാൻ പറ്റിയില്ല. അതാ കുറച്ചേ നമ്മൾ കണ്ടുള്ളൂ. ഇവിടെ ഇച്ചിരി കെയർഫുൾ ആയിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെൻസ് ഇല്ല ഇവിടെ. അപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത് ഇച്ചിരി കെയർഫുൾ ആയിരിക്കണേ. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു. അപ്പം ഇതാണ് മൗണ്ട് സ്റ്റുവർട്ടിൻ്റെ ഈവനിങ് വ്യൂ. അടിപൊളിയല്ലേ? ഞങ്ങളൊരു ദിവസം നൈറ്റ് ഡ്രൈവിന് പോകാമെന്ന് തീരുമാനിച്ചപ്പം വെറുതെ ഒരു ഡ്രൈവ് ഞാനും അച്ഛനും കൂടെ നൈറ്റിൽ പോയി. അപ്പോൾ മൗണ്ട് സ്റ്റുവർട്ടിലോട്ടാണ് പോയത്. നല്ല അടിപൊളി ഡ്രൈവായിരുന്നു കേട്ടോ. നൈറ്റിൽ നല്ല രസമാണ് നൈറ്റിൽ ഡ്രൈവ് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ പോയി എല്ലാം കണ്ടു. ഇപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞ് നമ്മുടെ ഓസ്ട്രേലിയൻസിലുള്ള ഫ്രണ്ട്സിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നൈറ്റിൽ മൗണ്ട് സ്റ്റുവർട്ടിൽ പോകാൻ ഒട്ടും സേഫ് അല്ല. അപ്പം ഞങ്ങളിത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾ നൈറ്റിൽ ഡ്രൈവ് ചെയ്യരുത് മൗണ്ട് സ്റ്റുവർട്ടിലോട്ട്. അപ്പം ഞങ്ങൾ പോയ കാഴ്ച എന്തായാലും നിങ്ങളെ കൂടെ കാണിക്കാം. എന്താണെങ്കിലും ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ നൈറ്റിലുള്ള ഡ്രൈവ്. പ്രത്യേകിച്ച് ആ സ്കൈയുടെയൊക്കെ കളറും അടിപൊളി യാത്രയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മൗണ്ട് സ്റ്റുവർട്ടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി ഉടനെ കാണുന്നവരേക്കും ബൈ.